മിന്നുവിന്റെ മാന്ത്രിക യാത്ര. ഒരു വലിയ പച്ചയിലയിൽ മിന്നു എന്നൊരു കുഞ്ഞൻ പുഴുപതിയെ നടക്കുകയായിരുന്നു. അവൾക്ക് ഇലയുടെ രുചി വളരെ ഇഷ്ടമായിരുന്നു. ആകാശത്തിലൂടെ ചിർപ്പി എന്നൊരു കുഞ്ഞൻ പക്ഷി പാറി നടക്കുകയായിരുന്നു. അവൾക്കെല്ലായിടത്തും ഓട്ടി നടക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ചിർപ്പി താഴേക്ക് നോക്കി. ഹേയ് മിന്നു, നീ എന്താ ഇത്ര പതുക്കെ പോകുന്നത്? ലോകം മുഴുവൻ കാണണ്ടേ? അവൾ ചോദിച്ചു. മിന്നു തലയുയർത്തി ചിരിച്ചു. എനിക്കെന്റെ വഴിയിൽ പോകാനാണിഷ്ടം ചിർപ്പി. എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവയ്ക്ക് അതിന്റേതായ സമയമുണ്ട്. ചിർപ്പി ചിറകടിച്ചു പറന്നുപോയി. ശരി മിന്നു, ഞാൻ പോയി പൂന്തോട്ടം മുഴുവൻ കണ്ടുവരാം, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. മിന്നു പതിയെ നടന്നു. ഒരു ദിവസം അവൾക്ക് നല്ല ക്ഷീണം തോന്നി. ഒരു ചെറിയ കൊമ്പിൽ അവൾ ഒരു മയങ്ങാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. മിന്നു ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. ആരും അവളെ കണ്ടില്ല. ഒരു മനോഹരമായ പ്രഭാതത്തിൽ ആ കൂടാരം പതിയെ ഇളകിത്തുടങ്ങി. എന്തോ ഒന്ന് അതിനുള്ളിൽ നിന്ന് പുറത്തുവരാൻ ഒരുങ്ങുകയായിരുന്നു. പതുക്കെ കൂടാരം തുറന്നു. അതിൽ നിന്ന് വർണ്ണാഭമായ ചിറകുകളുള്ള ഒരു സുന്ദരി ശലഭം പുറത്തുവന്നു. അത് നമ്മുടെ മിന്നു ആയിരുന്നു. അപ്പോൾ ചിർപ്പി വീണ്ടും അതുവഴി പറന്നുവന്നു. മിന്നു, ഇത് നീയാണോ? നീയും ഇപ്പോൾ പറക്കുന്നു? ചിർപ്പി അത്ഭുതത്തോടെ ചോദിച്ചു.